ഹലോ ഗൈസ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഫോം ബോർഡ് യൂസ് ആക്കിയിട്ടുള്ള ഹാമ്പർ ബോക്സ് ആണ് സെറ്റ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4mm ഫോം ബോർഡാണ് ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ഇവിടെ ഞാൻ 12 സെൻറ്റിമീറ്ററുള്ള ഒരു ബോക്സാണ് ക്രിയേറ്റ് ചെയ്യണത്. ഫസ്റ്റ് നമുക്ക് മെയിൻ പോർഷനാണ് വേണ്ടത്. ആ മെയിൻ പോർഷൻ നമ്മൾ 12 സെൻറ്റിമീറ്ററിൽ ഒരു സെറ്റ് സ്ക്വയറിലാണ് ചെയ്യണം കേട്ടോ. ശേഷം നമുക്ക് സൈഡിലോട്ട് വേണ്ട പോർഷൻസൊക്കെ കട്ട് ചെയ്യണം. സൈഡിലോട്ട് വേണ്ടതും സെയിം ലെങ്ത് തന്നെയാണ്, പക്ഷേ വിഡ്ത്ത് നമുക്കൊരു 6 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. ഇനി ഇതെല്ലാം ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പെന്നീഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ദെൻ കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓൾമോസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ മെയിൻ പോർഷനിൽ സൈഡ് പീസസ് ഒക്കെ നമ്മുടെ ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മെഷർമെൻറ്റ് തെറ്റരുത്, കറക്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കണം. നമ്മൾ 12 സെൻറ്റിമീറ്ററിലും 16 സെൻറ്റിമീറ്ററിലും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് നോക്കിയിട്ട് വേണം ഫുള്ള് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോം ബോർഡ് ഒട്ടിക്കട്ടോ. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണോ, എന്നാലും പറയാണ്, കെയർഫുള്ളായിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ കേട്ടോ. 4 സൈഡ്സും നമ്മൾ ഒട്ടിച്ചതിന് ശേഷം എല്ലാ കോർണേഴ്സിലും ഇതേപോലെ ഒരു ഡ്രോപ്പ് കൊടുക്കട്ടോ. എന്നിട്ട് എല്ലാ കോർണേഴ്സും ജോയിൻ ആയിക്കണില്ലേ എന്ന് കൺഫേം ചെയ്യാം. നമ്മളുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ക്രാഫ്റ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബോക്സിനെ നന്നായിട്ട് കവർ ചെയ്യാം. ഇതൊരു പിങ്ക് ആൻഡ് യൂണിക്കോൺ തീമിലുള്ള ഹാമ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു തീമിലുള്ള ക്രാഫ്റ്റ് പേപ്പറാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാമ്പേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് ആവശ്യമുണ്ട്. അതെല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിൽ പുതിയതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ലഞ്ച് ബോക്സ് ആണ്. ദെൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഇതുപോലെ ബോക്കറ്റ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ക്യൂട്ട് ഹാമ്പറിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ ഓഫ് 15. ദെൻ ഇന്നത്തെ വർക്ക് നമ്മളുടെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ക്യാൻവയിൽ പോയിട്ട് ബേബിയുടെ ഫോട്ടോയും ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ക്യാപ്ഷനും കൂടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളതൊരു സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തു. നമ്മൾ കിറ്റ്കാറ്റിലാണ് ചെയ്യുന്നത്. കിറ്റ്കാറ്റിൻ്റെ മെയിൻ കവർ നമ്മൾ റിമൂവ് ആക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. ശേഷം ചോക്ലേറ്റ് മെല്ലെ ഗമ്മുള്ള സൈഡിൽ ഒട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 പോർഷനും, അതായത് 2 സൈഡൊന്നും കൂടെ നമ്മൾ ചോക്ലേറ്റിലോട്ട് ആ ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയ വേണം നമ്മൾ ബാക്ക് പോർഷനിക്ക് വരാൻ. നമ്മളുടെ നെയിമും അതുപോലെ തന്നെ ഫോട്ടോയും അടങ്ങിയിട്ടുള്ളത് നമ്മൾ ഫ്രണ്ട് പോർഷനായിട്ട് വരും കേട്ടോ. ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാ സൈഡും